കാനഡ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികൾ മാത്രമല്ല ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു സ്വപ്ന രാജ്യമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു കാനഡ. പ്രത്യേകിച്ച് കാനഡയിലെ കഴിഞ്ഞ വർഷം തന്നെ 5,60,000 വിദ്യാർത്ഥികൾക്കാണ് ഒറ്റ വർഷം അവിടെ അഡ്മിഷൻ നൽകിയിരുന്നത്. ഈ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 വർഷമൊക്കെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനും ജോലി ചെയ്യാനും വർക്ക് പെർമിറ്റ് നൽകുന്നു. അത് കഴിഞ്ഞ് PR അവിടെ സിറ്റിസണായിട്ട്, പൗരന്മാരായിട്ട് ജീവിക്കാൻ കഴിയുന്നു, കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയുന്നു. അമേരിക്കയൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന കാലഘട്ടത്തിൽ വളരെ എളുപ്പത്തിൽ കനേഡിയൻ പൗരന്മാരാവാൻ കഴിയുന്നു എന്ന ചിന്തയാണ് ഈ വിദ്യാർത്ഥികളെ വല്ലാതെ ആകർഷിച്ചത്. സാധാരണ വീടുകളിലെ കുട്ടികൾ പോലും ബാങ്ക് ലോൺ എടുത്ത് പോയി പഠിക്കുന്ന കാലത്ത് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി അവർക്ക് വലിയ ഒരു തരത്തിലുള്ള അട്രാക്ഷനായിരുന്നു. പക്ഷേ ഇതിന് വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുന്ന നിയമങ്ങളാണ് ഈ മണിക്കൂറുകളിലൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ കുടിയേറ്റകാര്യ മന്ത്രി, കനേഡിയൻ കുടിയേറ്റകാര്യ മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചിരിക്കുന്നത് 35% സ്റ്റഡി വിസകൾ, പഠിക്കാനുള്ള വിസകൾ നിയന്ത്രിക്കുന്നു. നേരത്തെ കഴിഞ്ഞ തവണ 5,60,000 കഴിഞ്ഞ വർഷം കൊടുത്തതെങ്കിൽ 2023 നൽകിയതെങ്കിൽ ഈ വർഷം 3,60,000 പരം വിസകളെ നൽകുന്നുള്ളൂ. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ഒണ്ടേറിയോ പോലുള്ള പ്രദേശങ്ങൾ, പ്രൊവിൻസുകളിൽ 50% വരെ സ്റ്റഡി വിസകൾ കുറച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ പോകുന്ന വിദ്യാർത്ഥികളിലെ 30-40% പേർക്ക് ഇനി ഉള്ളവർക്ക് അവിടെ സീറ്റ് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെ കനേഡിയൻ സർക്കാർ പറയുന്ന ഒരു വ്യാഖ്യാനം, അവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പ്രശ്നമില്ല, പക്ഷേ സർക്കാർ കോളേജുകളിലല്ലാതെ ഉള്ള പ്രൈവറ്റ് കോളേജുകളിൽ വല്ലാത്ത രീതിയിലുള്ള ചൂഷണം നടക്കുന്നു. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത പ്രൈവറ്റ് കോളേജുകൾ പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്നുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് വല്ലാത്ത തുക വാങ്ങി അവരെ പഠിപ്പിച്ച് 3 വർഷം സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാരണം കൊണ്ട് ഈ ചൂഷണത്തിലൊക്കെ അവർ വിധേയരാകുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ അഡ്മിഷനാണ് അവർ നിയന്ത്രിക്കുന്നത്. ഇനി മുതൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അത്രയും അക്കാഡമിക്കലായിട്ട് എക്സലൻസ് ഉള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അനുമതി ഉണ്ടാവുള്ളൂ. ഇത് ഒരു തരത്തിൽ കാനഡയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, നേരത്തെ പഠിക്കാൻ പോകുന്നവർക്ക് വിവാഹിതരാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയും ഭാര്യയെയും കൊണ്ടുപോകാം എന്നുള്ള, അല്ലെങ്കിൽ ഭർത്താവിനെയും കൊണ്ടുപോകാം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഒരുപക്ഷെ പഞ്ചാബിൽ നിന്നൊക്കെ 18 വയസ്സിൽ വിവാഹിതരായി എത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് തൻ്റെ കുടുംബാംഗത്തെ കൂടി കൊണ്ടുപോകാം എന്നുള്ള നിയമമുള്ളതുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ വരെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വരെ വിവാഹിതരായി അവരെ കൊണ്ടുപോയി 2 കൂട്ടരും, ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ പഠിക്കുന്നു, ഈ തരത്തിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. അത് ബാച്ചിലർ, അണ്ടർ ഗ്രാജുവേറ്റ്, ബാച്ചിലർ സ്റ്റുഡൻസിനാണ് ഇത് ബാധകമാക്കിയിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്നവർക്ക് അവർ വിവാഹിതരാണെങ്കിൽ കുടുംബത്തെ കൊണ്ടുപോകാം എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതുമൂലവും ആയിരക്കണക്കിന് ആൾക്കാർക്കത് പോകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ ലോൺ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗം പോയി അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് അവർ കാനഡയിൽ പുതിയ സ്വപ്നങ്ങൾ നെയ്തിരുന്നത്. ഇതിനൊക്കെ വലിയ വിലങ്ങുതടി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഇത് കാനഡയിൽ മാത്രമല്ല, നേരത്തെ അത് ബ്രിട്ടൻ വലിയ രീതിയിൽ അത് നടപ്പിലാക്കി. കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല, നഴ്സുമാരടക്കമുള്ള ആൾക്കാർക്കത് ബാധകമാക്കുന്നതിനെതിരെ ബ്രിട്ടനിലെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി 65,000 വരുന്ന നഴ്സിംഗ് സംഘടന രംഗത്ത് വന്നിരുന്നു, ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുപോയാൽ അവർ ഓരോ വർഷവും 12-13 ലക്ഷം തുക സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന രീതിയിൽ ഒക്കെയുള്ള നിയമങ്ങൾ ബ്രിട്ടൻ നടപ്പാക്കിയിരുന്നു. അപ്പോൾ പുറത്തു നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തൊഴിൽ തേടി വരുന്നതും അവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ കാനഡയിൽ ഈ തരത്തിലുള്ള നിയന്ത്രണം വന്നതോടെ ഇപ്പോഴത്തെ ഫോക്കസ് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അവിടേക്കാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനായി തിരഞ്ഞെടുക്കുന്ന. ഏജൻസികളും കാനഡയെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലൻഡും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ അയർലൻഡ്,
ഈ തരത്തിൽ ഒരു ഇത് വന്നിരിക്കുന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരുന്നൊരു മേഖലയാണിത്. ഈ വരുന്ന വിദ്യാർത്ഥികളിൽ 40% പേർ ലോകത്തെമ്പാടുമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരുന്നെങ്കിലും 40% വിദ്യാർത്ഥികൾ വന്നിരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം കുറയും എന്നുള്ളത് ശരിയാണ്. ഇതിന് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അത്യാവശ്യം വഷളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിജാർ എന്ന ഖാലിസ്ഥാൻ വാദിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യയാണ്. അത് പ്രത്യേകിച്ച് വാൻകൂവറിലെ സറിൽ നടന്ന പ്രശ്നത്തിൽ ഇന്ത്യയാണ് അതിൻ്റെ പിറകിലെന്നുള്ള ആരോപണം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഇരുകൂട്ടരും അവിടുത്തെ നയതന്ത്ര പ്രതിനിധികളെ നിർബന്ധപൂർവം പുറത്താക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, രാഷ്ട്രീയ ബന്ധം ഇപ്പോഴും നല്ല നിലയിലായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അതുകൂടി കാരണമാകാം എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും കാനഡയിൽ തൊഴിൽ തേടി വരുന്നതും അവിടെ താമസമാക്കുന്നതൊക്കെ തടയാനുള്ളൊരു നീക്കമാണെന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവിടെ ഉള്ള ഭവനങ്ങളുടെ, താമസിക്കാനുള്ള വീടുകളുടെ കുറവ് എന്ന് തന്നെയാണ്. 8 ലക്ഷം പേർക്ക് ഇപ്പോൾ താമസം നൽകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തൊഴിൽ തേടി വരികയും പഠിക്കാനെത്തുകയും ചെയ്താൽ അവിടുത്തെ നിലവിലുള്ള ഒരു ഹൗസിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് ഇവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കൂടുതൽ ഭവനങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ കൂടുതൽ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ വലിയ രീതിയിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക അവസ്ഥ ഉണ്ട്. സാമ്പത്തികമായിട്ട് കാനഡയിൽ അത്യാവശ്യം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചതെന്നാണ് അറിവ്. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോ ആണ് ഈ തരത്തിൽ ഒരു തുറവിയിലേക്ക് കാനഡയെ തുറന്നു വിട്ടത്. കൂടുതൽ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മാൻ പവർ, മനുഷ്യ വിഭവശേഷി വരട്ടെ, അതുവഴി കോവിഡിനെ നേരിടാൻ അതാണ് ഏറ്റവും നല്ല വഴി. കാനഡ പോലെ ഒരു രാജ്യം, ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ജനസംഖ്യയെ അവിടെയുള്ളൂ. 3.5 കോടി 4 കോടി ജനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ജനസംഖ്യ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അത് തിരിച്ചടി നേരിടുന്ന അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കാനഡയിലില്ല. ഒരുപക്ഷെ 1-2 വർഷം കഴിയുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും തൽക്കാലം കാനഡ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. സെപ്റ്റംബർ 1 വീണ്ടും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ളവരും കൂടുതലായിട്ട് ശ്രമിക്കുന്നവരൊക്കെ വല്ലാത്ത ആശങ്കയിലാണ്.